അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാണ്, മക്കളെന്ന് പറഞ്ഞാൽ ചില മാതാപിതാക്കൾക്ക് ഫിത്നയാണ്, അവർക്ക് വല്ലാത്ത സങ്കടമാണ്, അവർക്ക് വല്ലാത്ത നാശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ കാണാം, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ പടച്ചവനെ ശത്രുവിനെ പോലെ പോരാടുകയാണ്. അതുകൊണ്ട് മക്കള് കാരണം ഒരുപാട് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, ഒരുപാട് കരയുന്ന മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? ഞാനും നിങ്ങളും ചിന്തിക്കണം, മാതാപിതാക്കളെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാത്രം പടച്ചവനെ നമ്മൾ കുറ്റം പറയുന്നവരാണ്. എന്നാൽ അവര് മാത്രമല്ലല്ലോ, നമ്മുടെ മക്കള് തലതിരിഞ്ഞു പോകാനുള്ള കാരണം പടച്ചവനെ മാതാപിതാക്കളുടെ ഭാഗത്തും ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്. മക്കള് കാരണം വല്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. മക്കളുടെ ജീവിതം കണ്ടുകൊണ്ട് പറഞ്ഞാലും അനുസരിക്കില്ല, ഉപദേശങ്ങൾ കേൾക്കൂല. അപ്പൊ പടച്ചവനെ മക്കളുടെ ജീവിതം കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടവരെ പോലെ പടച്ചവനെ തലകുനിച്ചു നടക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. മക്കളുടെ സ്വഭാവം കാണുമ്പോൾ വല്ലാത്ത സങ്കടമാ. ഉപ്പയ്യ ചീത്ത വിളിക്കുന്ന, ഉമ്മാടെ നേരെ കയർത്തു ചാടുന്ന മാതാപിതാക്കളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവര് കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കൾ അവരെപ്പോഴും ഈ മഖാമിന്റെ മുമ്പിൽ വരുമ്പോഴും, ഉസ്താദന്മാരെ കാണുമ്പോഴും, സയ്യിദന്മാരെ കാണുമ്പോഴും അവര് പറയും, പടച്ചവനെ ഒന്ന് ദുആ ചെയ്യണം എന്റെ മക്കളെ നന്നാകാൻ, എന്റെ പൊന്നാര മക്കളെ നന്നാകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, തവാഫെല്ലാം കഴിഞ്ഞിട്ട് മഖാമ് ഇബ്രാഹിമിന്റെ മുമ്പിൽ വന്ന് നിസ്കരിക്കുമ്പോൾ, ആ കഅബാലയത്തിന്റെ മുമ്പിൽ മഖാമ് ഇബ്രാഹിമിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് ഒരു പിതാവ് പടച്ചവനോട് ദുആ ചെയ്യുന്നത് സ്വർഗ്ഗം തരണേ എന്നല്ല, ആ പിതാവ് ആ സ്ഥലത്ത് പോലും കടന്നുകൊണ്ട് പടച്ചവനോട് പറയുന്നത്, പടച്ചവനെ എന്റെ പൊന്നുമോനെ നീ നന്നാക്കി തരണം, എന്റെ മകന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി തരണം എന്ന് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ദുആ ചെയ്യുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്, മക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്തുകളാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് പരിശുദ്ധമായ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മക്കൾ കാരണം ചില മാതാപിതാക്കൾക്കും മക്കളെന്ന് പറയുന്നത് വലിയ ഒരു സൗഭാഗ്യമാണ്, അവർക്ക് വലിയ ഒരു അംഗീകാരമാണ്, വലിയ ഒരു അലങ്കാരമാണ്. മക്കളുടെ കൈപിടിച്ചുകൊണ്ട് നാളെ മാതാപിതാക്കൾ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. സ്വാലിഹീങ്ങളായ മക്കൾ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കള്, ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കള്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞത്, അത് മാതാപിതാക്കൾക്ക് അലങ്കാരമാണ്, അവർക്ക് അനുഗ്രഹമാണ്, അവർക്ക് സൗഭാഗ്യമാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ, അതേ ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറയുന്നു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാണ്, മക്കളെന്ന് പറഞ്ഞാൽ ചില മാതാപിതാക്കൾക്ക് ഫിത്നയാണ്, അവർക്ക് വല്ലാത്ത സങ്കടമാണ്, അവർക്ക് വല്ലാത്ത നാശമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസിൽ കാണാം, സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ പടച്ചവനെ ശത്രുവിനെ പോലെ പോരാടുകയാണ്. അതുകൊണ്ട് മക്കള് കാരണം ഒരുപാട് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, ഒരുപാട് കരയുന്ന മാതാപിതാക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? ഞാനും നിങ്ങളും ചിന്തിക്കണം, മാതാപിതാക്കളെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ ആയിപ്പോയത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മാത്രം പടച്ചവനെ നമ്മൾ കുറ്റം പറയുന്നവരാണ്. എന്നാൽ അവര് മാത്രമല്ലല്ലോ, നമ്മുടെ മക്കള് തലതിരിഞ്ഞു പോകാനുള്ള കാരണം പടച്ചവനെ മാതാപിതാക്കളുടെ ഭാഗത്തും ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചവനെ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയോ? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? അല്ലാഹുവിന്റെ
അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകൾ 6600 പരം വരുന്ന ആയത്തുകൾ. ആ ഖുർആനിൽ അള്ളാഹു പറയാത്തതൊന്നുമില്ലല്ലോ. എല്ലാം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പറയാത്തതൊന്നുമില്ല. രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണ് പഠിച്ചവനെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരു വീട് നയിക്കേണ്ടത് എങ്ങനെയാണ് ഖുർആൻ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഒരുപാട് ചരിത്രം ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. അതാ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഒരുപാട് ചരിത്രം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു ഖുർആനിൽ പറയുന്നു, അതാ പടച്ചവനെ അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയ ചരിത്രം ആരുടെ ചരിത്രമാണെന്നറിയോ? അല്ലാഹു തന്നെ പറയുന്ന ഖുർആനിലെ ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നു ഈ ചരിത്രമാണെന്ന്. അതാരുടെ ചരിത്രമാണെന്നറിയോ? ഏറ്റവും മനോഹരമായ ചരിത്രമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞത് ആരുടെ ചരിത്രമാണെന്നറിയോ? പടച്ച റബ്ബേ, ഒരു പിതാവിന്റെ ചരിത്രമാണ്. ഒരു പിതാവിന്റെ ചരിത്രമാണ്. പടച്ചവനെ, ഏത് പിതാവെന്നറിയോ? മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. യാക്കൂബ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു പിതാവാണ്. ഏറ്റവും മനോഹരമായ ഒരു പിതാവ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ യാക്കൂബ് നബിയുടെ ചരിത്രം പറഞ്ഞു തരികയാണ്. 12 മക്കളെ പോറ്റി വളർത്തിയ ഒരു പിതാവാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. 12 മക്കളെ വളർത്തിയ വാപ്പ, ഒന്നും രണ്ടുമല്ല. പടച്ചവനെ, 12 മക്കളുടെ വാപ്പയാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബി തന്റെ 12 മക്കളെ വളർത്തിയത് എങ്ങനെയാണെന്നറിയോ? പടച്ചവനെ, ആ പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറഞ്ഞു തരികയാ. ആ പ്രവാചകന്റെ ക്വാളിറ്റി എന്തെന്നറിയോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പര എങ്ങനെയാണെന്നറിയോ? യാക്കൂബ് നബിയുടെ പിതാവാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ വാപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി. പടച്ചവനെ, പിന്നെ താഴോട്ട് നോക്കുകയാണ്. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ പരമ്പരയിലാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. അവിടെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. അവിടെയാണ് മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരുന്നത്. ഒരു വല്ലാത്ത പരമ്പരയാണോ? ഒരു പ്രവാചക പരമ്പരയിലാണ് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ജനിക്കുന്നത്. ആ യാക്കൂബ് എന്ന് പറയുന്ന പിതാവിന്റെ പ്രത്യേകത എന്താ? 12 മക്കളെ വളർത്തിയ പിതാവാ. എങ്ങനെയാ വളർത്തിയതെന്നറിയോ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? തിന്നാൻ മാത്രം കൊടുത്താ പോരാ, ധരിക്കാൻ മാത്രം കൊടുത്താ പോരാ, താമസിക്കാൻ വീട് വെച്ച് കൊടുത്താ പോരാ. അല്ലാഹു അമാനത്തായി നൽകിയിരിക്കുന്ന നമ്മുടെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് യാക്കൂബ് നബി പഠിപ്പിച്ചു തരികയാ. ആ യാക്കൂബ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ എങ്ങനെയാണ് തന്റെ പൊന്നാര മക്കളെ വളർത്തിയതെന്നറിയോ? എങ്ങനെയാണ് തന്റെ പൊന്നാര മക്കളെ വളർത്തിയതെന്നറിയോ? പഠിക്കണേ പിതാവേ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് നോക്ക്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താ? തന്റെ പൊന്നാര മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഉപദേശിക്കുമായിരുന്നു. എന്താണ് ഉപദേശിക്കുന്നതെന്നറിയോ? ഒന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? ഒന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്.
യാ ബനിയ ഇന്നല്ലാഹ സഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ മക്കളെ വിളിച്ചിരുത്തുകയാണ്. എന്നിട്ട് തന്റെ മക്കളോട് പറയുന്നു, മക്കളെ, തോന്നുന്നത് പോലെ ജീവിച്ചാ പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല ഈ ആയുസ്. നിങ്ങൾ ജീവിക്കേണ്ടത് പരിശുദ്ധമായ ദീൻ അനുസരിച്ചിട്ടാണ്. നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്കൊരാദർശമുണ്ട്. ആ ആദർശം മുറുകെ പിടിച്ചു വേണം നിങ്ങൾ ജീവിക്കാൻ. അല്ലാതെ തോന്നിവാസികളെ പോലെ നടക്കരുത്, ഇഷ്ടമുള്ളതുപോലെ നടക്കരുത്. മക്കളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടല്ലോ, ആ ദീനനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ. ആ ദീൻ മുറുകെ പിടിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കുകയാ. ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദർശമാണോ? അള്ളാഹുവിന്റെ ദീനനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുകയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മരണമെടുത്തപ്പോ എല്ലാ മക്കളെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ആ മരണത്തിന്റെ വേളയിൽ പോലും യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് ചോദിക്കുകയാണ്, അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. മരിക്കാൻ സമയമായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ 12 മക്കളെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മക്കളെ, വാപ്പ മരിച്ചു കഴിഞ്ഞാ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? വാപ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആരെയാണ് അത് ആരാധിക്കേണ്ടതെന്ന്. എന്നിട്ടും വാപ്പ ചോദിക്കുകയാണ്, വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? മക്കളോട് ചോദ്യം ചോദിക്കുകയാ, മക്കളെ കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാ. യാക്കൂബ് നബി അവിടെ നിന്ന് ചോദിക്കുകയാണ്, അതാ അവിടെ നിന്ന് ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് തന്റെ പൊന്നാര മക്കള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദാ. തന്റെ 12 മക്കളും പിതാവിനോട് പറയുകയാണ്, വാപ്പാ, നമ്മുടെ മുൻഗാമികൾ വാപ്പയും വാപ്പയുടെ വാപ്പയും വാപ്പയുടെ വാപ്പയും വാപ്പയുടെ വാപ്പയും പാരമ്പര്യമായി നിങ്ങൾ എല്ലാവരും പിടിച്ചിരുന്ന പരിശുദ്ധമായ ദീനുണ്ടല്ലോ, നിങ്ങൾ ആരെയാണ്? ആ ഏകനായ പടച്ചറപ്പിനെയാണ് ആരാധിച്ചത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ആദർശത്തിൽ ഒരു അണുമണി തൂക്കം പോലും മാറ്റമില്ല. അതേ ആദർശത്തിലാണ് ഞങ്ങളും ജീവിക്കുന്നത്. അതേ ആദർശമാണ് ഞങ്ങളും മുറുകെ പിടിക്കുന്നത്. ആ ആദർശത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, പടച്ചവനെ, സമാധാനത്തോട് ആ പിതാവ് ലോകത്തോട് വിട പറഞ്ഞു എന്ന ചരിത്രം പറയുമ്പോ ഈ മഖാമിന്റെ മുമ്പിൽ വഅദ കേൾക്കാൻ ഒരുമിച്ച് കൂടിയ വാപ്പയോട് ചോദിക്കുകയാണ്, ഒരു വാപ്പ തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? നീ ദീന് പഠിപ്പിച്ചു കൊടുക്ക്, നീ ആദർശം പഠിപ്പിച്ചു കൊടുക്ക്, നിന്റെ മക്കൾക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അത് നിന്റെ കടമയാണ്, അത് നിന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് അങ്ങനെയല്ലടോ. നമ്മുടെ വീടുകളിൽ അവസ്ഥ എന്താണ്? വാപ്പയ്ക്കൊരാദർശമാണ്, മക്കൾക്കൊരാദർശമാണ്. പടച്ചവനെ, ഭാര്യ വേറൊരാദർശമാണ്. ഒരു വീടിന്റെ അകത്ത് പോലും പടച്ചവനെ പല പല ആദർശമാണ്. അവിടെ പോലും പടച്ചവനെ തർക്കമാണ്. തറാവീഹ് 20 ഒരാള് പറയുന്നു, ഒരാള് പറയുന്നു 8 ആണെന്ന്, ഒരാള് പറയുന്നു മരിച്ചാൽ ആരും കേൾക്കൂല, ഒരാള് പറയുന്നു കേൾക്കുമെന്ന്. പടച്ചവനെ, ഒരു വീടിന്റെ അകത്ത് പോലും വാപ്പയും ഉമ്മയും മക്കളും
ആദർശത്തിന്റെ വിഷയത്തിൽ 3 വിഭാഗമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ, വാപ്പാ മക്കള്, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദർശം പഠിപ്പിച്ചു കൊടുക്കണം. ആദർശമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആദർശമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതൊരു അമാനത്താ വാപ്പാ. ആദർശമെന്ന് പറയുന്നത് ഒരു അമാനത്താ. ആ അമാനത്ത് നല്ല രീതിയിൽ നീ സൂക്ഷിക്കണേ. നിന്റെ ഭാര്യക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ. നിന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശമില്ലെങ്കിലെല്ലാം പോയടോ. ആദർശമില്ലെങ്കിലെല്ലാം പോയടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചില മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടമാണ്. ചില മാതാപിതാക്കൾക്ക് വല്ലാത്ത സങ്കടമാണ്. ഉസ്താദേ, എന്റെ പൊന്നുമകനെ തലതിരിഞ്ഞു പോയല്ലോ. എന്റെ പൊന്നാര മകന് തലതിരിഞ്ഞു പോയല്ലോ. അവനൊന്ന് വിദേശത്ത് പോയിട്ട് വന്നപ്പോ അവൻ ഒരുപാട് സംശയങ്ങളായി. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് മുഴുവനും ബിദ്അത്തായി. നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ പുറത്താണെന്നുള്ള രീതിയിലാണ് എന്റെ പൊന്നാര മകന് പറയുന്നതെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഉമ്മ. എന്തിനാ സങ്കടപ്പെടുന്നത്? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. അതാ നല്ല രീതിയിൽ മക്കളെ വളർത്തിയിട്ട് തലതിരിഞ്ഞു പോകുന്ന മക്കളെ കാണുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, സങ്കടപ്പെടുന്ന വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കണോ. പടച്ചവനെ 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാ. 1ഉം 2ഉം വർഷമല്ല, 950 കൊല്ലം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മകനുണ്ടല്ലോ, അല്ലാഹുവേ, അതാ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ മുങ്ങിച്ചാകുകയാണ്. തന്റെ പൊന്നാര മകൻ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയപ്പോ അവന് വെള്ളത്തിന്റെ അകത്ത് കിടന്നു മുങ്ങുകയാണ്. നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാടാ. ഇത് മഴയോ വെള്ളപ്പൊക്കമോ അല്ല, ഇത് പടച്ചറബിന്റെ അദാബാ. ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാ. മോനെ, വാപ്പയുടെ കൂടെ കപ്പലിൽ കേറ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് നബി അതാ മഹാനായ നൂഹ് നബി തന്റെ പൊന്നാര മകനെ അതാ ക്ഷണിക്കുമ്പോ പൊന്നാര മകൻ പറയുന്ന, വാപ്പയുടെ പണി നോക്കിക്കൊള്ളാറ്, വാപ്പയുടെ കാര്യം നോക്ക്. ഞാൻ വെള്ളപ്പൊക്കമുണ്ടായ ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ കയറിയിട്ട് രക്ഷപ്പെടുമെന്ന് തന്റെ പിതാവിനോട് തന്റെ പൊന്നാര മകൻ പറയുകയാണ്. നൂഹ് നബി പറഞ്ഞു, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹ്. അവിടുന്ന് തന്റെ പൊന്നാര മക്കനെ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ അവൻ അനുസരിക്കുന്നില്ല. അവസാനം തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തില് ആ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുമ്പോ നൂഹ് എന്ന് പറയുന്ന പിതാവിന് സഹിച്ചില്ലടോ. പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാം അവിടെന്ന് വിളിക്കുന്നു, വനദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ഇബ്നി. അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലാ, എനിക്കൊരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കുമെന്ന്, എന്റെ അഹ്ലിനെ നീ സംരക്ഷിക്കുമെന്ന് നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പുരാന്. ഈ മുങ്ങിച്ചാകുന്നതെന്റെ മകനാണ് റബ്ബ്, ഈ മുങ്ങിച്ചാകുന്നതെന്റെ മകനാണ് റബ്ബ് എന്ന് പടച്ചവനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നൂഹേ, വലൈസ മിൻ നഹ്രി, നിന്റെ രക്തത്തിൽ പിറന്നേ ഉള്ളൂ, നിന്റെ രക്തത്തിൽ പിറന്നതാണെന്നേ ഉള്ളൂ. ആദർശം വേറെയാ നൂഹ്, ആദർശം വേറെയാ നൂഹ്. വലൈസ മിൻ നഹ്രി, അവൻ നിങ്ങളുടെ അഖിലകാരനല്ല എന്ന് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്ക്. എന്താണ് ആദർശമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം
കൊടുക്കണം ബാപ്പാ, ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം പടച്ചവനെ. കാരണം മക്കള് വഴിതെറ്റി പോകുന്ന കാലമാ, മക്കള് വഴിതെറ്റി പോകുന്ന കാലമാ. ഇന്ന് പ്രായമുള്ളവരെ ആർക്കും വേണ്ട, ഈ വളർന്നു വരുന്ന യുവതലമുറയാണ് എല്ലാവർക്കും വേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായം 73 വിഭാഗമാകും. എന്റെ സമുദായം 73 വിഭാഗമാകും. അതിൽ 72 നരകത്തിലാണ്, ഒരേ ഒരു വിഭാഗമേ സ്വർഗത്തിൽ കിടക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്റെ സമുദായം 73 വിഭാഗമാകും. ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. ആ ഒരേ ഒരു വിഭാഗമാരാ, ആ ഒരേ ഒരു വിഭാഗമാരാ ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിമും പറയുന്നത് ആ ഒരു വിഭാഗം ഞങ്ങളാണെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറയുന്നവനും പറയുന്നത് ആ സ്വർഗത്തിൽ പോണ ഒരു വിഭാഗം ഞങ്ങളാ. ഇതുപോലാണ് ഈ 73 വിഭാഗവും പറയുന്നത് അത് ഞങ്ങളാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ നല്ലവനായിരുന്നു, സുന്നിയായിരുന്നു. പക്ഷെ ഒന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൻ തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ തലതിരിഞ്ഞു പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ എത്ര കൊല്ലമായി ചങ്ങാതി പാരമ്പര്യമായി നമ്മൾ ചെയ്തുകൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ. ഒന്ന് സൗദിയിൽ പോയിട്ട് വന്നപ്പോ അവൻ ചോദിക്കുന്നു, ഇപ്പൊ 8 അല്ലേ ഉള്ളൂ, 20 എന്തിനാണ് നിസ്കരിക്കുന്നത്? കാലം മാറിപ്പോയി. എടാ, പള്ളിക്കാട്ടി കിടക്കണ ഈ മഹാന്മാരൊക്കെ കേൾക്കത്തില്ല, മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചങ്ങാതി ഉംറയ്ക്ക് പോയിട്ട് ഈ ചങ്ങാതി പറയാ, ഹജ്ജിന് ഒരാൾ പറയാ ഉംറയ്ക്ക് പോകുന്നു പഠിച്ചു. ഞാൻ പക്ഷെ മദീനത്ത് പോകാറില്ല. മദീനത്ത് പോയി കഴിഞ്ഞാൽ എന്താ പോകാത്തത്? മദീനയിൽ പോയി കഴിഞ്ഞാൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റൂല. ഒരാൾ പറഞ്ഞ മറുപടി, അവന്റെ വിവരം ചിന്തിക്കണം. താടിയും തഴമ്പോൾ ഒരാൾ പറയുന്നു, ഞാൻ മദീനത്ത് പോകാറില്ല. എന്തേ പോകാത്തത്? മദീനയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കവിടെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റൂല. അതെന്തേ ജമാഅത്തിൽ പങ്കെടുക്കാത്തത്? അവിടുത്തെ ഇമാമ് ഖബർ പൂജിക്കുന്നവനാ, അതുകൊണ്ട് അവന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവനൊക്കെ എന്ത് ചെയ്യണം ചങ്ങാതി? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദർശം എന്ന് പറയുന്നത് അത് അമാനത്താണ്. അതിങ്ങനെ കൈ വെച്ച് സ്വന്തം ഇങ്ങനെ മുറുകെ പിടിക്കാനുള്ളതല്ല, അത് പകർന്നു കൊടുക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജത്തുൽ വിദാഇൽ തന്റെ അവസാന പ്രകാശനം കഴിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ബല്ലിഗ് അന്നി വലവായ, ഇവിടെ നിന്ന് കേട്ടവര് പകർന്നു കൊടുത്തോണം. അങ്ങനെ പകർന്നു നിന്റെ കയ്യിലെത്തിയ ആദർശം, ആ ആദർശം നിന്റെ കുടുംബം, നീ നാട്ടുകാരെ നന്നാക്കണ്ട, നീ നിന്റെ മക്കളെയും നിന്റെ ഭാര്യയും നന്നാക്ക്. ആദർശം പഠിപ്പിച്ചു കൊടുക്കണം സഹോദരങ്ങളെ. എവിടെ എത്തി നിൽക്കുന്നു ഒരു വീടിന്റെ അകത്ത്? നമുക്കെല്ലാത്തിനും സംശയമാണ്, നമുക്കെല്ലാത്തിനും സംശയം. എവിടേക്ക് ഈ സമുദായം കടന്നു പോകും നമുക്ക് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 73 വിഭാഗത്തിൽ 72 വിഭാഗവും നരകത്തിലേക്ക് പോകുമ്പോൾ ആ രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം അത് സുന്നികൾ തന്നെയാ. അഹ്ലി സുന്നത്തി വൽ ജമാഅ, ആ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്ന സുന്നികൾ തന്നെയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ പറയേണ്ടവൻ പറയും, അങ്ങനെ ഇങ്ങനെ ഉറൂസൊക്കെ വേണോ, ലൈറ്റ് ഇടണോ, കഅ്ദ് വെക്കണോ. ഓൻ ഖിയാമത്ത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ചങ്ങാതി, നിന്നെക്കാളും നല്ലതുപോലെ അവൻ അറിയാം ഇതൊക്കെ നല്ല കാര്യമാണെന്ന്. അറിയാനിട്ടൊന്നുമല്ല ഇതൊക്കെ നല്ല കാര്യമായെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തെടുത്താലും കുറ്റം. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. ഇന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി വണ്ടിയിരിക്കുമ്പോ ഞാനിങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു നോക്കി. പടച്ചോനെ, എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. മരണം നിസ്കാരം കഴിഞ്ഞു, ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ ദുആ ഇല്ല, സ്വലാത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗലിദില്ല, റാത്തീബില്ല, കുത്തുബിയ്യത്തില്ല, മരിച്ചാ കേൾക്കൂല, മഹാന്മാരുടെ മക്കാമി പോയിട്ട് കാര്യമില്ല, നബിദിനമില്ല, മേറാജില്ല, റജബില്ല, ഒന്നുമില്ല. പടച്ചവൻ ഇങ്ങനെ പറഞ്ഞു ജനിച്ച ഉടനെ ബാങ്ക് വിളിക്കാൻ ബിദ്അത്താ, ഇഖാമത്ത് കൊടുക്കുന്നതും ബിദ്അത്താ, ഇങ്ങനെ പറഞ്ഞു മൊത്തവും ബിദ്അത്താ. ഇനി സുന്നത്ത് കല്യാണം മാത്രമേ ഉള്ളൂ ബിദ്അത്തല്ല എന്ന് പറയുന്നത്. അതും കൂടെ കഴിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, ഈ ജനിച്ച ബാങ്ക് കൊടുക്കണേക്കാം, ഇതും ബിദ്അത്ത്. ഇങ്ങനെ തോന്നുന്നത് മുഴുവനും അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഇങ്ങോട്ട് എടുക്കും. പൊന്നാര ചങ്ങാതി, എന്തിനാ മക്കളെ കുറ്റം പറയുന്നത്? ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയും, ഇന്നത്തെ യുവതലമുറ മക്കളെ, നിങ്ങളെ എല്ലാവർക്കും വേണ്ടത്.
നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി താടിയും തഴമ്പും തൊപ്പിയും തലപ്പയും ഷാള് വിട്ടുകൊണ്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദർശം നിങ്ങൾ ഒരിക്കലും പണയം വെക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇതിന്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നവന്റെ താടിയുടെ നീളം മുട്ടുവരെയാ. പടച്ചവനെ കണ്ട എന്താണെന്നറിയോ? ഇതിന്റെയൊക്കെ മുമ്പിൽ നിൽക്കുന്നവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. എല്ലാത്തിലും ഉണ്ട്, എല്ലാത്തിലും. ഓരോന്നിന്റെയൊക്കെ കോലം കണ്ട ആർക്കും സങ്കടം തോന്നും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചോദിക്കും, ഉസ്താദെ തങ്ങളല്ലേ പറയുന്നത്, ഉസ്താദല്ലേ പറയുന്നത്? എടാ, ഉസ്താദ് പറഞ്ഞാലും കേൾക്കേണ്ടതേ കേൾക്കാൻ പാടുള്ളൂ. എല്ലാത്തിനും ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമീങ്ങളാ. അള്ളാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവനാരാ? ഏറ്റവും നല്ലവനാരാ? നിനക്ക് പറയാൻ മടിയുണ്ടാകും, എന്നാലും പറയണം. ഏറ്റവും നല്ലവനാരാ? കേട്ടില്ല കേട്ടില്ല ഉസ്താദന്മാര് പറ. ഏറ്റവും നല്ലവനാരാ? ഉസ്താദന്മാർ. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? ഏറ്റവും തലതിരിഞ്ഞതാരാ? അത് ഉസ്താദാ. അള്ളാഹു ശൈത്താനും ഉസ്താദാടോ. ശൈത്താൻ ഉസ്താദാ. എന്താ വിചാരിച്ച ഇത്ര കുട്ടികൾക്ക് ദറസ് എടുത്ത ആളാന്നറിയോ? ഇബ്ലീസ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉസ്താദ് ആര്? അസാസിയില്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലവനും ഉസ്താദാ, ഏറ്റവും വഴിപടച്ചവനും ഉസ്താദാ. അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ പറഞ്ഞതുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ ഉസ്താദിനെ വീട് കുറ്റിയടിക്കാൻ ആരെയാ വിളിക്കുന്നത്? കല്യാണം നടത്താൻ, കട ഉദ്ഘാടനം ചെയ്യാൻ, വീട് പാല് കാച്ചാൻ, എല്ലാത്തിനും ആരെയാ വിളിക്കുന്നത്? എല്ലാ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് ഉസ്താദന്മാരെയാ. എന്നാൽ അള്ളാഹു നരകം കത്തിക്കാൻ വേണ്ടി, നരകത്തിലേക്ക് അള്ളാഹു തീ വെച്ച് കത്തിക്കാൻ, നരകം ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു എടുത്തു വെക്കുന്ന ഒരു ശരീരം ഉസ്താദിന്റെ ശരീരമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ആരെ കൊണ്ടാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടോ, സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാ? അത് ഉസ്താദാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്ന ആരാ? ഉസ്താദ്? നമ്മുടെയൊക്കെ മുത്ത് നബി. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ നബിതങ്ങളല്ലേ സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുപോലെ നരകത്തെ കത്തിക്കാൻ വേണ്ടി അള്ളാഹു 3 ശരീരം എടുത്തു വെക്കും. ആ 3 ശരീരത്തിൽ ഒരു ശരീരം ആരുടെയാ? അതും ഉസ്താദിന്റെയാ. അതുകൊണ്ട് മക്കളെ, പച്ച ഷാളും തലപ്പായും കണ്ടൊന്നും മയങ്ങിപ്പോകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആദർശത്തിൽ ഒരിക്കലും മക്കളെ മുറുകെ പിടിക്കണം. ജീവിക്കുന്ന കാലത്തോളം സുന്നിയായിട്ട് ഇവനെ ജീവിക്കണം. നമ്മുടെ പരമ്പര പറയുന്നവനും പരിഹസിക്കുന്നവനും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ. അവനൊന്നുമില്ല. സ്വന്തം വാപ്പ മരിച്ചാലോ ഉമ്മ മരിച്ചാലോ ഒന്നുമില്ല. എന്തുമാകട്ടെ, നമ്മൾ ആദർശം മുറുകെ പിടിക്കണം. വാപ്പ തന്റെ മക്കൾക്ക് പാരമ്പര്യമായി കിട്ടിയ ആദർശം മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഇതാണ് യാക്കൂബ് നബി ചെയ്ത 1ാമത്തെ ഉപദേശം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ആദർശം അള്ളാഹു മുറുകെ പിടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞ അൽഹംദുലില്ലാ. കണ്ടില്ലേ, 2 ദിവസം മുമ്പ് ഈ കുടകിന്റെ പ്രദേശത്തുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കാസർഗോഡ് കുണിയയിൽ കണ്ടു. രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ മക്കൾ ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത ഒന്ന് വിളിച്ചപ്പോ അൽഹംദുലില്ലാ, ലക്ഷങ്ങളുടെ എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോന്ന് പറഞ്ഞ കാണാൻ പറ്റണില്ല. അത്രത്തോളം ജനങ്ങൾ, ലക്ഷക്കണക്കിന്. എത്ര പേര് വന്നെന്ന് പോലും കണക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഹിലുകാരാവുക. സംഘടനകൾക്കപ്പുറത്ത് എല്ലാം സമസ്തയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെ നമ്മുടെ എല്ലാവർക്കും അള്ളാഹു ഒത്തൊരുമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ആര് പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടരുത്. കളിയും തമാശയുമല്ല. ആദർശം മുറുകെ പിടിക്കണം സഹോദരാ. അള്ളാഹുവിന്റെ ദീനുണ്ട്. ആ ദീനനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. അത് അറിവുള്ളവനാണ് പറഞ്ഞു തരുന്നത്. അറിവില്ലാത്തവനോട് ദീന് ചോദിക്കരുത്. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും മസല ചോദിക്കാനുണ്ടെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരോട് ചോദിക്കണം? എടാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഉസ്താദിന്റെ അടുക്ക വന്ന് ചോദിക്ക്. ഒളിച്ചും പാത്തു ഇരുന്ന് വാട്സപ്പിൽ ഇടല്ലേ, ഗ്രൂപ്പിലിടല്ലേ. മക്കളെ, നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, ഞങ്ങളൊക്കെ 10-12 കൊല്ലം തച്ചിനിരുന്ന് പഠിച്ചതല്ലേ ഈ കിതാബൊക്കെ. വെറുതെ ഒന്നുമല്ലല്ലോ. എത്ര കൊല്ലത്തെ പരിശ്രമം നോക്കിയേ. 12 കൊല്ലം ഈ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ 8-10 കൊല്ലം തച്ചിനിരുന്നിട്ട് പഠിച്ചതായി ഖുർആനും ഹദീസും. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംശയം, ഇതൊന്നും ആരും ചോദിക്കത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ആകെ ചോദിക്കുന്ന, ഉസ്താദെ കല്യാണം നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസം ഏതാ? ആകെ ചോദിക്കണ അതാ.
ഉസ്താദന്മാരുടെ വന്നിട്ട് ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, എന്തിനാണല്ലോ ഞാൻ ചിന്തിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം കന്നിമൂല എവിടാണോ ഇവിടാണോ, കുറ്റി എവിടെ അടിക്കണം, ഇതൊക്കെയാ ചോദിക്കുക. എന്നാ ചോദിക്കേണ്ടതൊന്നും ചോദിക്കില്ല. ഞാൻ പറയുന്നത് ചോദിക്കേണ്ടത് ചോദിക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും പഠിച്ച ആലിമീങ്ങൾ എടുക്കൽ വന്നിട്ട് നിങ്ങൾ മസ്അല ചോദിക്ക്, നിങ്ങൾക്ക് ഒപ്പം പറഞ്ഞു തരാം എങ്ങനെയാ കാര്യങ്ങളെന്ന്. അല്ലാതെ അറിവില്ലാത്തവന്റെ അടുത്ത് ചിലപ്പോ താടി കാണും, തഴമ്പ് കാണും, അതിലൊന്നും കാര്യമില്ല. 199 മനുഷ്യനെ കൊന്ന ഒരാളുണ്ട്. 99 പേരെ കൊന്നപ്പോഴാ ഇവന് നന്നാകണമെന്ന് തോന്നിയേ. ഈ 99 പേരെ കൊന്ന മനുഷ്യൻ പടച്ചവനെ നന്നാകണമെന്ന ആഗ്രഹത്തോടെ താടിയുള്ളൊരു കാക്കാനെ കണ്ടു, നല്ല തഴമ്പൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ടപ്പോ ചോദിച്ചു, ഹബീബേ, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? താടിയും തഴമ്പും കണ്ട ഒരു മനുഷ്യനെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, അള്ളാഹു എനിക്ക് സ്വർഗം തരുമോ? ഈ ചങ്ങാതി പറഞ്ഞു, നിനക്കോ സ്വർഗമോ? നീ നരകത്തിലടാ, തീർന്നടാ നീ 99 പേരെ കൊന്നവനാ, നീ തീർന്നു, നീ നരകത്തിലാ. എന്നാ പിന്നെ നീയും കൂടെ പോടാന്ന് പറഞ്ഞു 100 അങ്ങ് തികച്ചു, അവനെയും തട്ടിക്കളഞ്ഞു. 100 പേരെ കൊന്നു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോ ഒരു ഉസ്താദിനെ കണ്ടു. ഉസ്താദെ, 99 ഒന്ന് 100 തികച്ചിട്ട് വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ ഉസ്താദ് പറഞ്ഞു, മോനെ, നിനക്ക് അള്ളാഹു പുറത്തു തരും. ഇതാണ് ആലിം. അറിവ് പഠിച്ചവനും അറിവ് പഠിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇതാ. അറിവ് പഠിച്ച ആലിമ് പറഞ്ഞു കൊടുത്ത്, അള്ളാഹു ഗഫൂറ, അള്ളാഹു റഹീമ, നീ എന്ത് പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരും. മോനെ, ഈ നാട് നല്ല നാടല്ല, അപ്പുറത്ത് കുറച്ചു നല്ല ആൾക്കാർ ജീവിക്കുന്ന നാടുണ്ട്, അങ്ങോട്ട് പൊക്കോ. ഇതാണ് എപ്പോഴും നമ്മൾ ചോദിക്കുമ്പോ, അറിവ് പഠിക്കുമ്പോ അറിവുള്ളവനോട് ചോദിക്കണം. പുസ്തകത്തിൽ നിന്നല്ല, മലയാള പ്രസിദ്ധീകരണങ്ങൾ പഠിച്ചവരല്ല, ഏതെങ്കിലും ഒരുത്തൻ കയറി പറയുന്ന വഴലല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസുകളും പഠിച്ചവനെ പാരമ്പര്യമായി അതാ ഇമാമിന്റെ 4 മദ്ഹബിന്റെ ഇമാമുമാരുണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിച്ചു തന്ന ആ പാതയാണോ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അതുകൊണ്ട് വാപ്പമാരെ, ഉമ്മമാരെ, ആദർശം പഠിപ്പിച്ചു കൊടുക്കണേ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മക്കളെ, ദീനനുസരിച്ച് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങൾക്കൊരു ആദർശമുണ്ട്, ആ ആദർശം മുറുകെ പിടിച്ചു ജീവിച്ച മക്കളെ, ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം അല്ലാഹു നിങ്ങൾക്ക് തരും മക്കളെ. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ കാര്യം ആദർശമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? പടച്ചറപ്പേ, അതാ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 മക്കളിൽ 11ാമത്തെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനുണ്ടല്ലോ, ഒരു ദിവസം സുബഹി കഴിഞ്ഞപ്പോ വാപ്പാടെ ചാരത്ത് കടന്നു വരികയാ, ഉപ്പാടെ ചാരത്ത് കടന്നു വരികയാ. എന്നിട്ട് തന്റെ വാപ്പയോട് പറയുകയാണ്, ഇത് ഖാല യൂസുഫ് ലി അബീഹി. അതാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഒരു ദിവസം രാവിലെ തന്റെ പിതാവിന്റെ ചാരത്ത് വരികയാണ്. എന്നിട്ട് തന്റെ പൊന്നാര വാപ്പയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. സൂര്യനും ചന്ദ്രനുമല്ല, എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. ആരോടാ പറയുന്നത്? യാക്കൂബ് എന്ന് പറയുന്ന പിതാവിനോടാണ്. നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, രാത്രി കണ്ട ഒരു സ്വപ്നം പോലും തന്റെ പിതാവിന്റെ അടുക്കൽ വന്ന് പറയണമെങ്കിൽ, ആ പറയുന്നത് സന്തോഷത്തോടെ തന്റെ പൊന്നാര മകന്റെ മുമ്പിൽ ഇരുന്നിട്ട് സമാധാനത്തോടെ കേൾക്കണമെങ്കിൽ ആ വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമെന്താ?
യൂസുഫ് എന്ന് പറയുന്ന ചെറിയ പയ്യൻ ഒരു രാത്രി കണ്ട ഒരു സ്വപ്നം വാപ്പാന്റെ അടുക്കൽ വന്ന് പറയുമ്പോ ആ വാപ്പ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നാര മകൻ പറഞ്ഞ കഥ കേൾക്കാൻ തയ്യാറായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഇതാ. ഈ യാക്കൂബ് എന്ന് പറയുന്ന പ്രവാചകൻ തിരക്കില്ലാത്ത പ്രവാചകനല്ല, ഒരു സമുദായത്തിന്റെ പ്രവാചകനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനു മുകളിൽ 10 മക്കളുണ്ട്, കുടുംബമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ തിരക്ക് പിടിച്ച ആളാണ് യാക്കൂബ് നബി. എന്നിട്ട് തന്റെ പൊന്നാര മകൻ കണ്ട ഒരു സ്വപ്നം പോലും കേൾക്കാനുള്ള മനസ്സ് യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ വാപ്പമാർക്ക് ഇല്ലാത്ത പോയ ഒരു ഗുണം, നിന്റെ മോനോട് സംസാരിച്ചിട്ട് എത്ര കാലമായി?